സുധീഷ് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അടികൂടുന്ന ഹരീഷിനെയും നീതുവിൻ്റെ ഏട്ടനെയാണ്. സുധീഷ് അവനെ പിടിച്ച് മാറ്റും. എന്നിട്ട് വയ്ക്കും, നീ ഹരീഷിനെ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്ക്. അവളുടെ അമ്മ വന്നിട്ട് നീതുവിനെ അടിക്കാണ്. കേട്ടില്ലേ നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അമ്മ ഹരീഷിനെ അടിക്കാൻ നോക്കുമ്പോൾ സുധീഷ് അമ്മയെ പിടിച്ച് മാറ്റും. എന്നിട്ട് വയ്ക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം? ഹരീഷ് നീതുവിനോട് വയ്ക്കും, നീതു നീ ഗർഭിണിയാണോ? അവരുടെ അമ്മ പറയും, കേട്ടില്ലേ, അവനിപ്പോൾ സംശയമാണ്. ഇവളുടെ പ്രായം എത്രയെന്ന് പറയൂ? 21 വയസ്സേ ഉള്ളൂ. ബാഗും തൂക്കി കോളേജിൽ പോകേണ്ട സമയത്ത് നിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവൾക്ക്. നീതുവിൻ്റെ ചേട്ടൻ പിന്നെയും അവനെ അടിക്കാൻ വരികയാണ്. സുധീഷ് അവനെ പിന്നെയും പിടിച്ച് മാറ്റുന്നുണ്ട്. ആ സമയത്ത് നീതു സത്യം പറയാണ്, ഞാൻ വെറുതെ പറഞ്ഞാ, ഞാൻ ഗർഭിണിയൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അന്തം വിട്ടു പോകും. അമ്മയ്ക്ക് നീ എന്തിനടിക്കണം നുണ പറഞ്ഞ് പറയടിയെന്ന് പറഞ്ഞ് പിന്നെ അടിക്കുകയാണ്. ഹരീഷ് പറയും, നിങ്ങളിങ്ങനെ തൊട്ടതിനും പിടിച്ചിട്ട് അവളെ അടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നീതു പറയും, നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയ സമയത്ത് ഇവിടെ എൻ്റെ കല്യാണം നടത്താൻ നോക്കി. ഇതാ ഇവൻ്റെ കൂട്ടുകാരനുമായിട്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാനിങ്ങനെ നുണ പറഞ്ഞത്. ഞാൻ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ എനിക്ക് ഹരീഷിനെ ഇഷ്ടമെന്ന്. അവനതൊന്നും പ്രശ്നമല്ല പോലും. ഈ ഒരു നുണ പറഞ്ഞുകൊണ്ടാ ആ കല്യാണം നടക്കാഞ്ഞത്. നീ വന്നിട്ടേ സത്യം ഞാൻ പറയുമെന്ന് വിചാരിച്ചതാ. നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിൻ്റെ കൈയും പിടിച്ച് നീതു മുറ്റത്തേക്ക് പോവാണ്. സുധീഷിന് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷവും. സുധീഷ് അവരെ കളിയാക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ട് പോട്ടെ ഭാവി അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അവിടുന്ന്. വീട്ടിലാണെങ്കിൽ സുഭാഷും നിധിയും നികേഷും ഹരീഷിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിധി പറയും, അവർ പോയത് നന്നായി സുഭാഷ് ഏട്ടാ, അവരവരുടെ വീട്ടിൽ പോയി കാണണം ശരിക്ക്. സുഭാഷ് പറയും, അതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എൻ്റെ പേടി. അവരുടെ കല്യാണം എത്ര വേഗം നടത്തണം. ആ സമയത്ത് ഹരീഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരികയാണ്. സുധീഷാണെങ്കിൽ ഞാൻ ചിരിച്ചോണ്ടേയിരിക്കും. ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് നിർത്ത് സുധീഷ് ഏട്ടാ. അവർ സുധീഷിനോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സുധീഷിന് പറയാൻ പറ്റുന്നില്ല. നിധി പറയും, സുധീഷേ ഈ ചിരിയൊന്ന് നിർത്തിയിട്ട് കാര്യം പറ. സുധീഷ് ഹരീഷിനോട് പറയും, എടാ എന്താ സംഭവിച്ചതെന്ന് നീ പറ. ഹരീഷിനാണെങ്കിൽ എന്തോ ചമ്മൽ പോലെ അത് പറയാൻ പറ്റുന്നില്ല. സുധീഷ് പറയും, അവള് ഗർഭിണിയൊന്നും അല്ല. നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് അവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾ നുണ പറഞ്ഞതാ. സുഭാഷ് ചോദിക്കും, എന്നിട്ട് നീ എന്താ അവൾ ഗർഭിണിയല്ല എന്നുള്ള കാര്യം എന്നോട് പറയാതിരുന്നത്? സുധീഷ് പറയും, അതിവനെ അറിയണ്ടേ. ഇവൻ അവളോട് ഗർഭിണിയായത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവൾ ചോദിച്ചു, എന്നെ വിശ്വാസമില്ലല്ലേ ഹരീഷേ. അത് കേട്ടപ്പോൾ അതും വിശ്വസിച്ച് ഇവനെങ്ങും പോകുന്നു. അതും പറഞ്ഞ് സുധീഷ് കുറേ കളിയാക്കാണ്. നീതുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നീതുവിൻ്റെ ചേട്ടൻ പറയും, ശ്യാമിനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കാം. അവനൊന്നുമില്ലെങ്കിലും നല്ലൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, കൃഷിയുണ്ട്. നീതു പറയും, നിങ്ങളോടൊക്കെ ഞാൻ എത്ര പറഞ്ഞു, നിങ്ങൾക്കൊന്നും ബോധമില്ലേ? ആ കല്യാണത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ ഞാനത് മുടക്കിയത്. അല്ല അതൊക്കെ പോട്ടെ, ഹരീഷിന് മെക്കാനിക്കൽ ജോലിയെങ്കിലും ഉണ്ട്. നിനക്ക് വല്ല ജോലിയുണ്ടോ? ഇപ്പോഴും അച്ഛൻ കൊണ്ടുവരുന്ന ഭക്ഷണം തിന്നല്ലേ നീ ജീവിക്കുന്നത്? നമ്മൾ താമസിക്കുന്നതും സ്വന്തം വീട്ടിലൊന്നുമല്ലല്ലോ, വാടക വീട്ടിലല്ലേ. ആദ്യം നീ സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറ. അതും പറഞ്ഞ് നീതുവിൻ്റെ ഭക്ഷണം എടുത്തിട്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ഹരീഷ് അങ്ങോട്ട് വിളിക്കും. നീതു ചൂടായിട്ട് കോള് കട്ട് ചെയ്യാണ്. ഹരീഷ് വിളിക്കാത്തത് കാണുമ്പോൾ നീതു അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും, ഒരാളെ ചൂടായിട്ട് കട്ടായ ഒന്ന് തിരിച്ചു വിളിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഉണ്ടോ നിനക്ക്? ഹരീഷേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹരീഷ് പറയും, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതെ പെട്ടെന്ന് നടക്കില്ല. നീതു ദേഷ്യം പിടിച്ച് കോള് കട്ട് ചെയ്യാണ്. ഹരീഷിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല.